ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ വോളിയം എന്നുള്ള ചാപ്റ്ററിൻ്റെ ഏകദേശം ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി മാത്രമേ ഈ ചാപ്റ്ററിൽ ഇനി ബാക്കിയുള്ളൂ. അതിലൊന്നാണ് കപ്പാസിറ്റി. കപ്പാസിറ്റി ഈസ് ഈക്വൽസ് ഇൻ ആസ് വോളിയം. വോളിയത്തിൻ്റെ പോലെ തന്നെ ഈക്വൽ ആണ് കപ്പാസിറ്റി, രണ്ടും സെയിം തന്നെയാണ്. എന്താണ് വ്യത്യാസം നോക്കുക, സിമ്പിളാണ്. വി ഹാവ് എ വാട്ടർ ടാങ്ക്. നമ്മളെ വീടുകളിലൊക്കെ വാട്ടർ ടാങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ്, ഒരു പാത്രം ഉണ്ടാവും, ഇങ്ങനത്തെ ഷേപ്പിലുള്ള ബോക്സുകൾ ഉണ്ടാവും. ഇതിലൊക്കെ നമ്മൾ ലിക്വിഡ്സ്, വെള്ളം, ദ്രാവകങ്ങൾ, ലിക്വിഡ്സ് ഇതിലൊക്കെ ഒഴിച്ചു വെക്കും. ടാങ്കിലും ഒക്കെ വെള്ളം ശേഖരിച്ചു വെക്കും. ഇതിൽ നമ്മൾ കെറോസിൻ ഒഴിച്ചു വെക്കും, അതുപോലെ ഓയിൽ, കോക്കനട്ട് ഓയിൽ ഒക്കെ ഒഴിച്ചു വെക്കാറുണ്ട് അല്ലേ. അപ്പൊ ഈ ലിക്വിഡ്സിന്റെ ഒക്കെ മെഷേഴ്സ് എങ്ങനെ കാണാം, ലിക്വിഡ്സ് എത്ര ഉണ്ട് അതിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കാണാം എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ അളവ് എങ്ങനെ കാണാം, ലിക്വിഡ്സിന്റെ അളവ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഈ ബോക്സിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബോക്സിൽ നിറച്ച് വെള്ളമുണ്ട്. ഓക്കെ, ബോക്സിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 5 സെന്റിമീറ്റർ, ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 10, 5, 2. ഇവിടെ ലെങ്ത് 10, ബ്രെഡ്ത്ത് 5, ഹൈറ്റ് 2 ആയിട്ടുള്ള ഈ ടാങ്കില് വെള്ളം നിറച്ചാല് ഈ ടാങ്കിന്റെ അതേ ഷേപ്പിൽ തന്നെയാണല്ലോ വെള്ളം നിൽക്കുക. അപ്പൊ വാട്ടറിന്റെ വോളിയം എത്രയാണ്, വോളിയം എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ടാങ്കിന്റെ വോളിയം തന്നെയാണ്. ശ്രദ്ധിക്കുക, ടാങ്കിന് ഇവിടെ ഒരു തിക്നെസ് ഉണ്ടായിരുന്നു, നല്ല കനമുള്ള ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ ഈ ഉൾഭാഗത്തിന്റെ വോളിയം പുറം ഭാഗത്തിന്റെ വോളിയം ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോ അതില്ലാന്ന് വിചാരിക്കരുത്. വളരെ കനമില്ലാത്ത ഒരു ഷീറ്റാണ്, അതിന്റെ ഉള്ളിലാണ് വെള്ളത്തെങ്കിൽ അതിന്റെ മൊത്തം വലുപ്പവും ഉള്ളത്തെ വെള്ളത്തിന്റെ വലുപ്പത്തിലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ നമ്മളതിന്റെ വോളിയം കാണാൻ, ഇതിന്റെ വോളിയം ലിക്വിഡ് മെഷേഴ്സിന്റെ കാര്യത്തിൽ വോളിയം കാണുമ്പോൾ ഈ പാത്രത്തിന്റെ കപ്പാസിറ്റി എന്ന് അതിന് പറയും. അപ്പൊ വോളിയം കപ്പാസിറ്റിയും സെയിം തന്നെയാണ്. ഈ പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് ചോദിച്ചാൽ ആ പാത്രത്തിന്റെ കപ്പാസിറ്റിയാണത്. അപ്പൊ നമ്മൾ ആ പാത്രത്തിന്റെ ഉള്ളിലുള്ള ഇന്നർ ഭാഗത്ത്, ഉൾഭാഗത്തെ വോളിയാണ് കാണുന്നത്. ഉൾഭാഗത്ത് എത്ര സ്ഥലമുണ്ട്, ഒരു പാത്രത്തിന്റെ ഉൾഭാഗത്ത് എത്ര സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ ഉൾഭാഗത്തിലുള്ള വോളിയം, ഉള്ളിൽ എത്ര സ്ഥലമുണ്ട് എന്ന് കാണും. അതിനാണ് ഉൾഭാഗത്തെ ഇന്നർ വോളിയത്തിന് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും കപ്പാസിറ്റി എന്ന് ഹെഡിങ് എഴുതുക. താഴെ ഇന്നർ വോളിയം ഓഫ് എ ബോക്സ് ഈസ് കാൾഡ് കപ്പാസിറ്റി. ഇതിന്റെ താഴെ അങ്ങനെ എഴുതിയാൽ മതി. ഇന്നർ വോളിയം, ഉള്ളത്തെ വോളിയത്തിനാണ് പറയുന്നത് കപ്പാസിറ്റി. ഇന്നർ വോളിയം ഓഫ് എ ബോക്സ് ഈസ് കാൾഡ് കപ്പാസിറ്റി. അപ്പൊ അതിന്റെ താഴെ ഇക്വേഷൻ എഴുതുക, കപ്പാസിറ്റി ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. പക്ഷെ ഈ LBH ഇതിന്റെ ഉള്ളത്തെ ലെങ്ത്, ഉള്ളത്തെ ബ്രെഡ്ത്ത്, ഉള്ളത്തെ ഹൈറ്റ്, ഉള്ളിലുള്ള ഹൈറ്റ് ആണ് അളക്കുക. ഉൾഭാഗത്ത് എത്രയാണ് ഹൈറ്റ് എന്നുള്ളതാണ് അളക്കുന്നത്. ഓക്കെ, നോക്കുക, ഈ ബോക്സിന്റെ കപ്പാസിറ്റി കാണുമ്പോൾ, ഞാൻ നേരത്തെ എൻ്റെ കയ്യിൽ ബോക്സ് ഉണ്ടായിരുന്നില്ല, ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും എന്ന് പറഞ്ഞാൽ ഉള്ളത്തെ വോളിയം, ഈ ഭാഗത്തുള്ള വോളിയം. അപ്പൊ ഇതിന്റെ വോളിയം കാണാൻ ഇതിന്റെ ലെങ്ത് നമ്മൾ ഇതല്ല അളക്കുക, ഈ ലെങ്ത് ആണ് അളക്കുക. ഓക്കെ, ഇതാണ് ഉള്ളത്തെ ബ്രെഡ്ത്ത്, ഉള്ളത്തെ ഹൈറ്റ്. അപ്പൊ ഇത് തിക്നെസ് ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് വെച്ചെങ്കിൽ മൊത്തത്തിലുള്ള വോളിയം ഉൾഭാഗത്തെ വോളിയം തമ്മിൽ വ്യത്യാസം ഉണ്ട്. ഉള്ളിൽ കുറവായിരിക്കും വോളിയം. ഇത് ചെറിയ വ്യത്യാസമേ വരുള്ളൂ, ഇതിന്റെ തിക്നെസ് ഒക്കെ കുറവാണല്ലോ. അപ്പൊ ഏതായാലും ഇതിന്റെ വോളിയം, ഉള്ളത്തെ വോളിയം, ഇന്നർ വോളിയത്തിന് കപ്പാസിറ്റി എന്ന് പറയും. അപ്പൊ ഈ ബോക്സിന് എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഉള്ളത്തെ വോളിയം കണ്ടാൽ മതി. ഉള്ളത്തെ വോളിയം അളക്കാൻ ഉള്ളത്തെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിൽ എത്ര വെള്ളം കൊള്ളും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ കപ്പാസിറ്റി ഈസ് ദ ഇന്നർ വോളിയം. കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ എഴുതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി എത്ര ആയിരിക്കും? 10 ഇൻറ്റു ലെങ്ത് ബ്രെഡ്ത്ത് 5 ഇൻറ്റു ഹൈറ്റ് 2, 100 cubic centimeter.
ഓക്കെ, ഇനി നമ്മൾ കപ്പാസിറ്റിയുടെ യൂണിറ്റിലേക്കാണ് വരുന്നത്. കപ്പാസിറ്റി ക്യൂബിക് സെന്റിമീറ്ററിലല്ല നമ്മൾ സാധാരണ എഴുതാറുള്ളത്. കാരണം എന്താ അറിയോ, നമ്മൾ സാധാരണ പറയാം ഈ ബോക്സിൽ എത്ര വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ നമ്മൾ 100 ക്യൂബിക് സെന്റിമീറ്റർ അങ്ങനെയൊന്നും പറയാറില്ല. നമ്മൾ എന്താ പറയാ, 1/2 ലിറ്റർ വെള്ളം കൊള്ളും, 1 ലിറ്റർ വെള്ളം കൊള്ളും, ലിറ്ററിലാണ് പറയാറുള്ളത്. അപ്പൊ ഇതുപോലെ കപ്പാസിറ്റിയും നമ്മൾ പറയാം ലിറ്ററിലാണ്. അപ്പൊ എങ്ങനെയാണ് ലിറ്ററിലേക്ക് നമ്മൾ ഈ അളവുകൾ ചേഞ്ച് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. ഇതിന്റെ ഒരു ബോക്സ് ഉണ്ട്, ഇതുപോലുള്ള ഒരു ബോക്സ് ആണ്, ഇതുപോലുള്ള ഒരു ബോക്സ് ആണ്. ഇതിൽ വെള്ളം നിറക്കാം നമുക്കെന്ന് വിചാരിക്കാം. അതുപോലെ ഈ ബോക്സിന്റെ ഉള്ളിലും വെള്ളം നിറക്കാം. അപ്പൊ അതിന്റെ കപ്പാസിറ്റി കാണാൻ ഈ ബോക്സിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ ആണ്, ഹൈറ്റും 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ലെങ്ത് 10 ആണ്, ബ്രെഡ്ത്ത് 10 ആണ്, ഹൈറ്റ് 10 ആണ്. വാട്ട്സ് വിൽ ബി ദ കപ്പാസിറ്റി? കപ്പാസിറ്റി ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എഴുതുക എല്ലാവരും. 10 × 10 × 10 is equal to 1000 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ? ഈ 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. 1000 ക്യൂബിക് സെന്റിമീറ്ററിന് എന്താ പേര് പറയാ? 1 ലിറ്റർ. ഓക്കെ, ബൈ ഹാർട്ട് ആക്കണം. സോറി, 100 അല്ല, 1000. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആണ്? 1000 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ ഇതൊരു ബോക്സിലാക്കി വെക്കുക കേട്ടോ. 1000 ക്യൂബിക് സെന്റിമീറ്റർ ഇസ് കാൾഡ് 1 ലിറ്റർ. അപ്പൊ നമ്മൾ എടുത്ത അളവ് 10 സെന്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ള ഒരു ബോക്സിന്റെ ഉള്ള കപ്പാസിറ്റി 1 ലിറ്റർ ആണ്. ഓക്കെ, 1 ലിറ്ററിന്റെ പാത്രമൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ അല്ലേ? അപ്പൊ ഇതുപോലെ ബൈ ഹാർട്ട് ആക്കി വെക്കുക, ഇതൊരു ബോക്സിലാക്കി വെക്കുക. 1 ലിറ്റർ ഈസ് 1000 ക്യൂബിക് സെന്റിമീറ്റർ. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് എ വാട്ടർ ടാങ്ക്. Find the capacity of a water tank of inner ഉള്ളത്തെ inner length 40 centimeter, inner breadth 20 centimeter and inner height 10 centimeter. ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിന്റെ ഉള്ളത്തെ ലെങ്ത് 40 സെന്റിമീറ്റർ, ഉള്ളത്തെ ബ്രെഡ്ത്ത് 20 സെന്റിമീറ്റർ, ഉള്ളത്തെ ഹൈറ്റ് 10 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിന്റെ കപ്പാസിറ്റി കാണുന്നത്, അതായത് ഇതിന്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഹൗ മച്ച് വാട്ടർ ക്യാൻ ഹോൾഡ് ഇൻ ദിസ് ടാങ്ക് എന്ന് ചോദിക്കാം. അപ്പോഴും നമ്മൾ കണ്ട കപ്പാസിറ്റിയാണ്, ആ ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കപ്പാസിറ്റി കാണുക എന്ന് പറഞ്ഞാലും ഹൗ മച്ച് വാട്ടർ ക്യാൻ ഹോൾഡ് ഇൻ ദിസ് ടാങ്ക് ഇൻ ദിസ് ബോക്സ് എന്നൊക്കെ ചോദിച്ചാലും നമ്മൾ കാണുന്നത് കപ്പാസിറ്റി നമുക്ക് സി എന്ന് എഴുതാം, വോളിയം ബി എന്ന് എഴുതാം. ഒക്കെ ഒരു ഇക്വേഷൻ ആണ്. കപ്പാസിറ്റി ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇക്വേഷൻ എഴുതി. ലെങ്ത് 40 ആണ്, ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 20 ആണ്, ഹൈറ്റ് എത്രയാണ്? 10 ആണ്. 40 × 20 × 10 8000 cc. സോറി, cm അല്ല, cc. അപ്പൊ നമ്മളൊരു കപ്പാസിറ്റി കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നത് ലിറ്ററിലല്ല, ക്യൂബിക് സെന്റിമീറ്ററിലാണ്. അപ്പൊ കപ്പാസിറ്റിയുടെ ക്വസ്റ്റ്യനിലൊക്കെ വോളിയത്തിന്റെ സ്റ്റെപ്പിൽ തന്നെ ചെയ്യുക. ലാസ്റ്റ് ഒരു ലൈനിൽ മാത്രമേ നമുക്കൊരു വ്യത്യാസം വരുന്നുള്ളൂ. അതായത് കിട്ടിയ യൂണിറ്റിനെ ലിറ്റർക്ക് മാറ്റുക എന്നുള്ളതാണ്. കപ്പാസിറ്റിയാ ചോദിച്ചെങ്കിൽ ആൻസർ ഏതിൽ എഴുതരുത്? ക്യൂബിക് സെന്റിമീറ്ററിൽ നിർത്തരുത്, ലിറ്റർക്ക് മാറ്റണം. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ്. കപ്പാസിറ്റി ഇൻ ലിറ്റർ. കപ്പാസിറ്റി ഇൻ ലിറ്റർ, എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ 8000 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് ആൻസർ എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റെപ്പും കൂടി എക്സ്ട്രാ ഉണ്ട് കപ്പാസിറ്റി കാണുമ്പോൾ. 8000 ക്യൂബിക് സെന്റിമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആണ്? 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കട്ടോ. 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2000 ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. 3 ലിറ്ററോ 3000 ക്യൂബിക് സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 8000 ക്യൂബിക് സെന്റിമീറ്റർ എത്ര ലിറ്റർ ആയിരിക്കും? 8 ലിറ്റർ ആയിരിക്കും. 8 ലിറ്റർ ഈക്വൽസ് 8000 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ? അപ്പൊ ഇതെങ്ങനെ 8000 ക്യൂബിക് സെന്റിമീറ്ററിന് 8 ലിറ്റർ എന്ന് എഴുതുക? ഇത് എന്ത് ചെയ്താലാ കിട്ടുക? 8008 ആവാൻ എന്ത് ചെയ്യേണ്ടി വരും?
ഓക്കെ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ വി ഹാവ് ടു ഡിവൈഡ് ക്യൂബിക് സെന്റിമീറ്റർ ബൈ 1000. 8000 by 1000, 0 തുല്യ എണ്ണം മുകളിലും താഴെയും കട്ട് ചെയ്ത് കളയാം. 8/1 8 ലിറ്റർ. അപ്പൊ ഈ ബോക്സിൽ എത്ര വെള്ളം കൊള്ളും? 8 ലിറ്റർ. ഓക്കെ, അപ്പോ ചെയ്യേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കപ്പാസിറ്റി കാണാൻ ചോദിച്ചാലും വോളിയം തന്നെയാണ് കാണേണ്ടത്. ലാസ്റ്റ് സ്റ്റെപ്പിൽ എവിടേക്ക് മാറ്റിയാൽ മതി? ലിറ്റർക്ക് മാറ്റാൻ വേണ്ടി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് കപ്പാസിറ്റി കാണാനുള്ള. അപ്പോ ഒരു നോട്ട് എഴുതിക്കോ. ടു ചേഞ്ച് ക്യൂബിക് സെന്റിമീറ്റർ ടു ലിറ്റർ ഡിവൈഡ് ബൈ 1000. ഇതൊരു നോട്ടായിട്ട് എഴുതി വെച്ചോ. ക്യൂബിക് സെന്റിമീറ്റർ ലിറ്റർക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി അടുത്ത ശ്രദ്ധിക്കുക. ക്യൂബിക് മീറ്ററിലുള്ള കാര്യമാണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ ബ്രെഡ്ത്തും 1 മീറ്റർ ഹൈറ്റും ഉള്ള ഒരു വാട്ടർ ടാങ്ക് ആണെന്ന് വിചാരിക്കുക. 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഉയരമുള്ള വാട്ടർ ടാങ്ക്. ഇതിൽ എത്ര വെള്ളം കൊള്ളും? അപ്പൊ നമ്മൾ അതിന്റെ കപ്പാസിറ്റി കാണാം. കപ്പാസിറ്റി ഈക്വൽസ് 1 × 1 × 1 = 1 ക്യൂബിക് മീറ്റർ. നമ്മൾ ചെയ്തതാണ്. അതൊന്നും കൂടി എഴുതി. എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 1 ക്യൂബിക് മീറ്റർ ഈസ് 10 lakh cubic centimeter. 1 cubic meter is 10 lakh cubic centimeter. അപ്പോൾ എത്ര ലിറ്റർ ആയിരിക്കും? 10 lakh cubic centimeter എത്ര ലിറ്റർ ആയിരിക്കും? 1000 cubic centimeter 1 ലിറ്റർ ആണ്. അപ്പൊ 10,000 cubic centimeter എത്ര ലിറ്റർ ആയിരിക്കും? 10 ലിറ്റർ ആയിരിക്കും. 100,000 cubic centimeter എത്ര ലിറ്റർ ആയിരിക്കും? 100 ലിറ്റർ ആയിരിക്കും. 1000 cubic centimeter 1 ലിറ്റർ, 10,000 cubic centimeter 10 ലിറ്റർ, 100,000 നോക്കുക. 100,000 തന്നെ എന്താ? 1 lakh അല്ലെ? 1 lakh cubic centimeter 100 ലിറ്റർ. ഞാൻ 100,000 എന്ന് പറഞ്ഞതാ. അത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1000 cubic centimeter, 1000 സീറോകൾ. 1000 cubic centimeter 1 ലിറ്റർ, 10,000 cubic centimeter 10 ലിറ്റർ, 100,000 cubic centimeter 100 ലിറ്റർ. 1000 cubic centimeter 1000 ലിറ്റർ. ഓക്കെ, ഈ 1000 എന്ന് പറഞ്ഞാൽ എത്രയാണ് ശരിക്ക്? ഇത് 10 lakh അല്ലേ? അപ്പൊ 10 lakh cubic centimeter എത്രയാണ്? 1000 ലിറ്റർ ആണ്. അപ്പൊ അതാണ് നമ്മൾ അടുത്തത് എഴുതുന്നത്. which is equal to 1000 ലിറ്റർ. അപ്പൊ അടുത്ത ലൈനിൽ എഴുതുക. 1 ക്യൂബിക് മീറ്റർ 1 ക്യൂബിക് മീറ്റർ ഈക്വൽസ് 1000 ലിറ്റർ. അടുത്തത് കള്ളിയിലാക്കി വെക്കുക. കഴിഞ്ഞ നമ്മൾ എഴുതിയത് എന്തായിരുന്നു? 1000 ക്യൂബിക് സെന്റിമീറ്റർ 1 ലിറ്ററിന് എഴുതിയിട്ടുണ്ട് നേരത്തെ കേട്ടോ. ഇത് എഴുതിയിട്ടുണ്ട്, ഇത് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ പഠിക്കാനുള്ളതാണ്. 1 ക്യൂബിക് മീറ്റർ 1000 ലിറ്റർ ആണ്. 1 ക്യൂബിക് മീറ്റർ എത്രയാണ്? 1000 ലിറ്റർ ആണ്. ഇത് രണ്ടും പഠിച്ചു വെക്കണം. അപ്പൊ അത് ശ്രദ്ധിക്കുക. 2 ക്യൂബിക് മീറ്റർ എത്രയായിരിക്കും? എഴുതൊന്നും വേണ്ട. 2000 ലിറ്റർ ആയിരിക്കും. 3 ക്യൂബിക് മീറ്റർ 3000 ലിറ്റർ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ബൈ ഹാർട്ട് ആക്കി വെക്കണം, അത് മറക്കരുത്. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലം എഴുതുക. ഫൈൻഡ് ദ capacity of a water tank of length 50 centimeter, breadth 40 centimeter and height 10 centimeter. Capacity കണ്ടോക്കുക. Capacity equals length into breadth into height 40 into 50 into 10. ചെയ്ത് നോക്കട്ടോ.
2000 into 10 10,000 ക്യൂബിക് സെന്റിമീറ്റർ. ഈ സ്റ്റെപ്പ് നിർബന്ധമാണ്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ലിറ്റർക്ക് മാറ്റുന്നത്. 10,000 ക്യൂബിക് സെന്റിമീറ്റർ ലിറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ ഒരു സെന്റൻസ് ചെയ്ത് തന്നിരുന്നു. ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 10 ലിറ്റർ, എന്നിട്ട് യൂണിറ്റ് ലിറ്റർ എന്ന് എഴുതുക. ഓക്കെ, ഇപ്പൊ എഴുതേണ്ട രീതി മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം കപ്പാസിറ്റി ചോദിച്ചാൽ ക്യൂബിക് സെന്റിമീറ്ററിൽ കാണുക, എന്നിട്ട് പിന്നെ ലിറ്റർക്ക് മാറ്റാം. ലിറ്റർക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോ 10 ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി. ഇനി അതിന്റെ താഴെ ടു ചേഞ്ച് ഒരു നോട്ട് എഴുതുക, ബൈ ഹാർട്ട് ആക്കി വെക്കാനുള്ളതാണ്. ടു ചേഞ്ച് ക്യൂബിക് മീറ്റർ ഇൻടു ലിറ്റർ, ക്യൂബിക് മീറ്റർ ലിറ്റർക്ക് മാറ്റാൻ മൾട്ടിപ്ലൈ ബൈ 1000. നേരത്തെ ക്യൂബിക് സെന്റിമീറ്റർ ലിറ്റർക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000 ആയിരുന്നു. ക്യൂബിക് മീറ്റർ ലിറ്റർക്ക് മാറ്റാൻ മൾട്ടിപ്ലൈ ബൈ 1000. ഒരു നോട്ടായിട്ട് എഴുതുക. ഓക്കെ, ഇത് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം എഴുതല്ല. ഇത് ബോക്സിലാക്കി വെച്ചോ. ഹൗ ദ ലെങ്ത് ഓഫ് എ the length of a water tank, length of a water tank 10 meter, comma breadth 5 meter and height 3 meter. How much liters of water can hold the tank? How much liters of water can hold the tank? ഇപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? വാട്ടർ ടാങ്കിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് എത്ര ലിറ്റർ വെള്ളം കൊള്ളു ആ ടാങ്കിൽ എന്നാണ്. അപ്പൊ നമ്മള് ലിറ്ററിൽ ആൻസർ കാണണം നിർബന്ധമാണ്. കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മൾ ലിറ്ററിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ പറഞ്ഞത് ലെങ്ത് 10 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 5 മീറ്റർ ആണ്, ഹൈറ്റ് 3 മീറ്റർ ആണ്. അപ്പോൾ കപ്പാസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. കപ്പാസിറ്റി ഈക്വൽസ് 10 into 5 into 3. 10 into 5 into 3 എത്രയാണ്? 150 ക്യൂബിക്. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റ് അങ്ങോട്ടോട്ട് മാറൊന്നും ചെയ്യരുത്. ഇത് മീറ്ററിലാണ്. അപ്പൊ ആൻസറും ക്യൂബിക് മീറ്റർ. ഇനി ഹൗ മച്ച് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. അപ്പൊ ക്യൂബിക് മീറ്ററിൽ ആൻസർ എഴുതിയാൽ 150 ലിറ്റർ എന്ന് എഴുതാൻ പാടില്ലല്ലോ. ഇത് ലിറ്റർക്ക് മാറ്റണം. അപ്പൊ നമ്മളൊരു നോട്ട് എഴുതിയിട്ടുണ്ട്. ക്യൂബിക് മീറ്റർ ലിറ്റർക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 1000 ഡിവൈഡ് ചെയ്താൽ പറ്റുമോ? ഇല്ല, അത് ക്യൂബിക് സെന്റിമീറ്റർ ലിറ്റർക്ക് മാറ്റാനാണ്. ക്യൂബിക് മീറ്റർ ലിറ്റർക്ക് മാറ്റാൻ മൾട്ടിപ്ലൈ ബൈ 1000. നോട്ട് എഴുതിയത് ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ഇനി ഇൻ ലിറ്റർക്ക് മാറ്റുകയാണ്. 150 into 1000 equal to എത്രയാണ്? 1,50,000 ലിറ്റേഴ്സ്. 1,50,000 ലിറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ചെയ്യേണ്ട രീതി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഒരു പ്രോബ്ലം തരാം. How many liters of water does if a vessel of length 2 centimeters, breadth 15 centimeters and height 10 centimeter contain? ഒന്നുകൂടി പറയാം. How many liters of water does if a vessel of length 2 centimeters, breadth 15 centimeters and height 10 centimeter contain? ഇവിടെ ഉണ്ടാവും ക്വസ്റ്റ്യൻ, പേജ് 69. ഓക്കെ, അത് ചെയ്തിട്ട് കാണിക്കുക. ഇന്ന് രാത്രി 9 മണിക്ക്. ഓക്കെ, താങ്ക് യു.